ഗുഡ് മോർണിംഗ് യു കെ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് RJ നീലിമയും. സോ ഇന്ന് എന്നോടൊപ്പം ഒരു അതിഥിയുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ യു കെയിലൊക്കെ റിലീസാകുന്ന മലയാളത്തിലെ ആദ്യത്തെ സൈഫൈ മൂവി ആയിട്ടുള്ള ഗഗനചാരിയുടെ റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ശിവസായി ആണ് ഇന്ന് എന്നോടൊപ്പം കൂടെയുള്ളത്. ശിവ, താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു ഗുഡ് മോർണിംഗ് യു കെ. അപ്പൊ ഇന്ന് നമ്മുടെ യു കെയില് സിനിമ റിലീസ് ആവുകയാണ്. എങ്ങനെയാണ് നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവീസിനോടാണ് താല്പര്യം. അപ്പം മലയാളികളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു സൈഫൈ മൂവി കൊണ്ടുവയ്ക്കാനുള്ള ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഇങ്ങനെ ഒരു, പിന്നെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എഴുത്തുകാർക്ക് ഐഡിയാസ് സ്പാർക്ക് ആയിട്ടാണ് വരുന്നതെന്ന്. അപ്പം ശിവസായിക്ക് ഇങ്ങനെ ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? ഫസ്റ്റ് ഓഫ് ഓൾ, മലയാളികൾ റിയലിസ്റ്റിക് സിനിമകൾ മാത്രമേ ഇഷ്ടപ്പെടൂ എന്നുള്ളത് തന്നെ വലിയൊരു മിസ്കൺസെപ്ഷനാണ്. അത് അങ്ങനെയൊന്നുമില്ല. റിയലിസ്റ്റിക് സിനിമകൾ കണ്ട് ശീലിച്ചവരായതുകൊണ്ട് അവർ അത് പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും. ഇങ്ങനത്തെ ഹൈ കോൺസെപ്റ്റ് സിനിമകൾ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കൺവിൻസിങ് രീതിയിൽ നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അവരത് ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഗഗനചാരി എന്നുള്ള സിനിമ. പിന്നെ ഈ ഒരു ഐഡിയ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആക്ച്വലി കോവിഡ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഞാനും ഡയറക്ടർ അരുൺ ചന്ദവും കൂടെ കോവിഡ് സമയത്ത് നമ്മൾ മീറ്റ് ചെയ്തത് 2019 2020 നമ്മളൊരു സബ്ജക്റ്റ് വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് ആ ഒരു മൂഡ്, അതായത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കർഫ്യൂകളുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ തന്നെ ബേസ് ചെയ്ത് നമുക്ക് ഒരു ഡിസ്റ്റോപ്പിയൻ സാധനം പിടിച്ചാലോ, അല്ലെങ്കിൽ ഒരു 2040-കളിലോ 50-കളിലോ നടക്കുന്ന ഒരു പ്രമേയം നമുക്കൊന്ന് നോക്കിയാലോ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ആ സമയത്തുള്ള നമ്മുടെ സാഹചര്യവും നമ്മുടെ ഒരു സർക്കംസ്റ്റാൻസും തന്നെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്തത് ഗഗനചാരി എന്നുള്ളൊരു സിനിമ എഴുതാനായിട്ട്. പിന്നെ ഞാനും അദ്ദേഹവും ഈ സയൻസ് ഫിക്ഷൻ എന്ന ജോണറിന്റെ വലിയ ആരാധകരാണ്. അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറും കൂടെയാണ്. സോ ശിവ, എനിക്കറിയാം ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയിൽ നിന്നാണ് ശിവസായി വരുന്നത്. പക്ഷെ എങ്കിലും ആദ്യമായിട്ടൊരു സിനിമ എഴുതുന്നു, ആ സിനിമ റിലീസാകുന്നു, എല്ലാവരിൽ നിന്നും ഭയങ്കര നല്ല അഭിപ്രായം കിട്ടുന്നു. ഇപ്പൊ എന്താണ് തോന്നുന്നത്? അതുകൂടാതെ തന്നെ സിനിമയുടെ കാസ്റ്റ്, അതായത് ഇങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് നമ്മുടെ ഈ കാസ്റ്റ് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? പ്രത്യേകിച്ച് നമ്മുടെ അനാർക്കലി മരിക്കാറൊക്കെ എങ്ങനെയാണ് ഈ കാസ്റ്റിലോട്ട് എത്തിച്ചേർന്നത്? കാരണം ഭയങ്കര കയ്യടിയാണ് ഇത് സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ പെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നത് 2018. അതായത് പ്രിയദർശൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് വരുന്നത്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിൽ. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗഗനചാരിയിലേക്ക് എത്തുന്നതും. ഗഗനചാരിയുടെ ഷൂട്ട് 2021 അവസാനിച്ചതുമാണ്. പിന്നെ ഒരു 3 വർഷം വേണ്ടി വന്നു അതൊന്ന് റിലീസാവാൻ. അപ്പോൾ ആദ്യത്തെ സിനിമ ഹിറ്റായി എന്നുള്ളതിനുപരി ആദ്യത്തെ സിനിമ ഒരുപാട് വൈകി, ഒരുപാട് വെയിറ്റ് ചെയ്ത്, അത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു വിധത്തിൽ തിയേറ്ററിൽ ഇറക്കി അന്നേരം അത് വിജയം കണ്ടെത്തി എന്നുള്ളത് ഇരട്ടി മധുരം തരുന്നൊരു സാധനമാണ്. കാരണം ഈ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ റിലീസാവാതെ ഇരുന്ന് പോയാൽ അതിൻ്റെ പ്രാധാന്യം കുറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെലവൻസ് ഇല്ലാതാകാം എന്നുള്ളൊരു വലിയൊരു റിസ്ക് ഫാക്ടറുണ്ട്. അപ്പോൾ ഗഗനചാരിയെ സംബന്ധിച്ച് ആ ഒരു റിസ്ക് നമുക്കില്ല. കാരണം ഇത് ഫ്യൂച്ചറിലൊരു കഥ പറയുന്നതുകൊണ്ട് ഏത് കാലഘട്ടത്ത് വേണോ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും എന്നുള്ളൊരു ലക്ഷ്യം നമുക്കുണ്ടായിരുന്നു. അപ്പം എന്തോ അത്രയും സമയം വൈകിയത് അത്രയും നമുക്ക് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ വലിയ പ്രോസസ്സൊന്നും ടു ബി ഓണസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഇതിൽ അഭിനയിച്ചേക്കുന്നവരെല്ലാം നമുക്ക് വളരെ പേഴ്സണലി അടുത്തറിയാവുന്നവരാണ്. ഇപ്പോൾ ഗണേശ് സാറിൻ്റെ അമ്മാവനാണ്, അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. എൻ്റെ അമ്മയുടെ സഹോദരനാണ്. പോരാത്തൻ അദ്ദേഹം നമ്മുടെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ്. അദ്ദേഹം KG ജോർജ് സാറിൻ്റെ ഫാനാണ്, അരുൺ ചേട്ടൻ. അപ്പം സാറിൻ്റെ തന്നെ ഇരകൾ എന്നുള്ള സിനിമയിലാണ് ആദ്യമായിട്ട് ഗണേശ് സാർ വരുന്നത് ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാനായിട്ട് മലയാളത്തിൽ. അപ്പോൾ അന്നു മുതലേ ഗണേശ് സാറിൻ്റെ ഒരു ഫാനാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായ, അരുൺ സാറിൻ്റെ രണ്ടാമത്തെ സിനിമയായ സാജൻ ബേക്കറിന്ന് എന്നുള്ള സിനിമയിൽ ഗണേശ് സാർ അഭിനയിക്കാൻ വരുന്നു. അവിടെ വെച്ച് അവർ പരിചയമാവുന്നു. പിന്നെ ഗൂഗിൾ ഇതുപോലെ അരുൺ ചേട്ടൻ്റെ ഫസ്റ്റ് സിനിമ സായാഹ്ന വാർത്തകൾ, അതിൽ ഹീറോ ആണ്. പിന്നെ അജു വർഗീസുമായിട്ട് തട്ടത്തിൻ മറയത്ത് ആ ഒരു കാലഘട്ടം തൊട്ടേ ഉള്ള അടുത്ത ഒരു ആത്മബന്ധമാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളത്. അപ്പം അടുത്ത വളരെ പരിചയമുള്ള, വളരെ പേഴ്സണൽ ബന്ധമുള്ള 3 പേരെ നമ്മളിതിൽ കാസ്റ്റ് ചെയ്തു എന്നുള്ളത് മെയിനായിട്ട് ഈ കഥാപാത്രങ്ങളെല്ലാം അവരെ എങ്ങനെയൊക്കെയോ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നി എഴുതി വന്നപ്പോഴത്തേക്കും. അപ്പോൾ എഴുതി വന്നപ്പോൾ ഇവരുടെ ക്യാരക്ടർ ട്രേറ്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഈ 3 പേരും ഇതിന് ആപ്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് തോന്നി. നമ്മൾ യുനാനിമസ്ലി അഗ്രി ചെയ്യുമായിരുന്നു. ഇതിൽ പുതിയതായിട്ട് നമ്മൾ ആദ്യമായി കൊണ്ടുവരുന്ന, അതായത് നമ്മുടെ സർക്കിളിൽ ഇല്ലാത്ത ഒരാളെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത് ഇതിൽ കാസ്റ്റ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ അത് അനാർക്കലി ആയിരിക്കും. കാരണം അനാർക്കലി ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വളരെ ഗംഭീരമായിട്ടാണ് ഏലിയൻ്റെ ഒരു വേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വളരെ മിസ്റ്റീക്കും വളരെ ഒരു
എന്താ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു രീതിയിലൊക്കെയാണ് പുള്ളിക്കാരിയുടെ ആ ഒരു പെർഫോമൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പുള്ളിക്കാരിയുടെ ആ സമയത്തുള്ളൊരു ലുക്കും മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പുള്ളിക്കാരിയെ ഫോളോ ചെയ്യാമെങ്കിൽ നമുക്കറിയാം, പുള്ളിക്കാരുടെ ഓവറോൾ വൈബും കാണുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളിക്കാരിയെ കൊണ്ട് ചിലപ്പം പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഗംഷൻ എനിക്കും ഡയറക്ടറിനും വന്നപ്പോഴാണ് നമ്മൾ ആ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും പിഴച്ചില്ല എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അത് അങ്ങനെയാണ് ഈ ഒരു ഓൺസാമ്പിൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നത്. ശിവ, ഇനി എനിക്ക് ചോദിക്കേണ്ടൊരു ചോദ്യം നമ്മുടെ മണിയൻ ചിറ്റപ്പനെ പറ്റിയിട്ടാണ്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു എന്താ പറയുക രസമുള്ള ഒരു മൂവിയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു റോള് കണ്ടിട്ട് കുറേ നാളായി. പക്ഷെ നമ്മളെല്ലാം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ മണിയൻ ചിറ്റപ്പന്റെ ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മണിയൻ ചിറ്റപ്പനെ പറ്റി എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുമോ? മണിയൻ ചിറ്റപ്പനാണ് ആക്ച്വലി ഞാനും അരുൺ ചേട്ടനും ആദ്യമായിട്ട് വർക്ക് ചെയ്ത സബ്ജക്റ്റ്. ഗഗനചാരിക്ക് മുമ്പേ നമ്മൾ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ ഒരു സബ്ജക്റ്റ് മണിയൻ ചിറ്റപ്പനാണ്. പിന്നെ അത് എഴുതി വന്നപ്പോൾ തന്നെ അറിയാം ഇത് കുറച്ചധികം ബഡ്ജറ്റ് വേണ്ട സാധനമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതൊന്ന് സൈഡാക്കിയിട്ടാണ് ഗഗനചാരിയിലേക്ക് കടക്കുന്നത്. അപ്പം മണിയൻ ചിറ്റപ്പൻ എന്നുള്ളത് ഒരു ചെറിയ തോതിലൊരു ആക്ഷൻ എന്റർടൈനറാണ്. അതിലൊരു സയൻസ് ഫിക്ഷൻ ബാക്ക്ഡ്രോപ്പും കൂടെ ഉണ്ട്. നമ്മുടെ ഡയറക്ടർ പറയുന്ന പോലെ മനു അങ്കിൾ മീറ്റ്സ് ഡോക്ടർ സ്ട്രേഞ്ച്, അതാണ് ഈ സിനിമയ്ക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ടാഗ് ലൈൻ അതാണ്. അതായത് 2 ഡിഫറെന്റ് ടോണുകളാണ്. കോമഡിയാണ്, അത്യാവശ്യം ആക്ഷൻ ഉണ്ട്, സയൻസ് ഫിക്ഷൻ ഉണ്ട്, പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സുരേഷ് ഗോപി സാറിന്റെ സ്റ്റാർഡത്തിനെ എല്ലാ രീതിയിലും റെസ്പെക്ട് ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ പടവും കൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ വരുന്നവർക്കെല്ലാം ഒരു എന്റർടൈനറും ഒരു പുതുമയുള്ള ഒരു പ്രമേയം തന്നെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. പൊളിച്ചു കാത്തിരിക്കുന്നു മണിയൻ ചിറ്റപ്പന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുരേഷ് ഗോപിയെ ആ ഒരു ലുക്കിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എനിവേ താങ്ക് യു സോ മച്ച് ഈ തിരക്ക് പിടിച്ച സമയത്തും നമ്മളോടൊപ്പം വന്ന ഈ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന്. എനിവേ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എല്ലാ തൊട്ടടുത്ത തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഗഗനചാരിയുടെ റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ശിവസായി ആണ്. സിനിമ നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. മലയാളത്തിലെ ആദ്യത്തെ സൈഫൈ മൂവി കൂടിയാണ്. ഭയങ്കര അഭിപ്രായത്തിൽ നാട്ടില് അടിച്ചു പൊളിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പൊ ഡോണ്ട് മിസ് ഇറ്റ്. സിനിമ നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്റേഴ്സിലുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായി. മൺഡേ രാവിലെ 8 മണിക്ക് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ. ദിസ് ഇസ് ആർജെ നീലിമ സൈനിങ് ഓഫ്. ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.